ദൂരത്തും ചാരത്തും അടുത്തും അകലെയുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 136 സങ്കീർത്തനം അതിൻ്റെ 23 വാക്യം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നിങ്ങൾക്ക് എന്നോടൊപ്പം ചേർന്ന് പറയാമോ? നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുക എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഭൂമി മനുഷ്യർക്കാർക്കും നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുവാനോ നമ്മെ ആജീവനാന്തം ഹെൽപ്പ് ചെയ്യുവാനോ ഒന്നും കഴിയില്ല. മനുഷ്യൻ്റെ സഹായങ്ങളും മനുഷ്യൻ്റെ ഓർമ്മയൊക്കെ താൽക്കാലികമാണ്. എന്നാൽ ആജീവനാന്തം ഈ ഭൂമിയിലെ ജീവിതം മുഴുവൻ നമ്മെ ഓർക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവമാണ് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും താഴ്ചയുടെ അനുഭവത്തിൽ കടന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഇത് പരിശോധിച്ച് നോക്കിയാട്ടെ. നിങ്ങൾ വളർന്നു വന്ന കാലഘട്ടം, നിങ്ങൾ ജീവിച്ച കാലഘട്ടം, നിങ്ങളുടെ കുടുംബത്തിലായിരുന്നപ്പോൾ, വിവാഹം കഴിച്ചതിന് ശേഷം, കുട്ടികളായതിനു ശേഷം, നിങ്ങൾ ജോലി പ്രവേശിച്ചപ്പോൾ, നിങ്ങൾ പ്രായം ചെല്ലുന്തോറും, നിങ്ങൾ വാർദ്ധക്യത്തിലായപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന താഴ്ചകൾ എത്ര ഭയാനകമാണ്. പലപ്പോഴും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ താഴ്ചയുടെ അനുഭവം വന്നിട്ടില്ലേ? ജഡം ബലഹീനമായി, ശരീരം ബലഹീനമായി, മനസ്സ് ബലഹീനമായി, നിരാശ ഒരുപാട് നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അങ്ങനെ വന്നപ്പോഴും നിന്നെ തകർത്ത് കളയാതെ നിൻ്റെ താഴ്ചയിൽ നിന്നെ ഓർത്തവൻ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് സംഗീതക്കാരും പറയുന്നത്, ഹല്ലേലൂയ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എനിക്ക് 136 സംഗീതം വളരെ ഇഷ്ടപ്പെട്ട സംഗീതമാണ് കേട്ടോ. ഞാൻ അതിനകത്തെ ഓരോ വാക്യങ്ങളും വായിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കും. എൻ്റെ താഴ്ചയിലെല്ലാം എന്നോട് കൂടെയിരിക്കുന്ന ദൈവം, എൻ്റെ ബലഹീനതകൾ, എൻ്റെ പ്രയാസങ്ങളിൽ, ശാരീരികമായും മാനസികമായും ഞാൻ അനുഭവിക്കുന്ന പലവിധമായ പ്രശ്നങ്ങളുടെ നടുവിൽ പലരുടെയും നിന്ദയും അപമാനങ്ങളും പരിഹാസങ്ങളും ദുഷികളും ഒക്കെ കടന്നു വരുമ്പോൾ എൻ്റെ താഴ്ചയിൽ ഓർക്കുന്ന എൻ്റെ യേശു ഉള്ളത് കൊണ്ട് ഞാൻ എങ്ങും പാതറിപ്പോകാറില്ല കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്നു. നിങ്ങൾ സുഖത്തോടുകൂടി സകല സൗഭാഗ്യങ്ങളോടുകൂടി ഇരിക്കുമ്പോഴും നിങ്ങളെ ഓർമ്മിക്കുവാൻ അല്ലെങ്കിൽ അനവധി ആളുകൾ കാണും. നിങ്ങൾക്ക് ഒരുപാട് പണമുള്ളപ്പോൾ, ഒരുപാട് സമ്പത്തുള്ളപ്പോൾ, നിങ്ങൾ വിദേശ രാജ്യത്തായിരിക്കുമ്പോൾ, വിദേശത്തുനിന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലുള്ള സംവിധാനങ്ങളുള്ളപ്പോൾ നിങ്ങളെ ഓർക്കാനും നിങ്ങളോട് കൂടെ ഇരിക്കുവാനും നിങ്ങളോടുകൂടെ സന്തോഷിക്കുവാനും നിങ്ങളെ എപ്പോഴും വിളിക്കുവാനൊക്കെ ആൾ കാണും. പക്ഷേ നിങ്ങൾക്കൊരു താഴ്ച വരട്ടെ. നിങ്ങൾക്ക് താഴ്ച വരുമ്പോൾ നിങ്ങളോടുകൂടെ ഒരു മേശയിലിരുന്ന് ഭക്ഷിച്ചവനും ഒരു ബെഡിൽ കിടന്ന് ഉറങ്ങിയവർ പോലും നിങ്ങളോട് കാണത്തില്ല. അവർ പോലും നിന്നെ തള്ളിക്കളയും. എന്നാൽ അവിടെയും സർവശക്തനായ ദൈവം നിന്നെ തള്ളിക്കളയാതെ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്നവനാണ്. നിൻ്റെ ബലഹീനതയിൽ നിന്നെ കൈപിടിച്ചുയർത്തുവാൻ യേശുവിന് കഴിയും കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ നിങ്ങളുടെ ബലഹീനതകളിൽ, നിങ്ങളുടെ കഷ്ടങ്ങളിൽ, നിങ്ങളുടെ കടക്കടികളിൽ നിങ്ങൾ കടന്നു പോകുന്ന മാരകമായ രോഗങ്ങളുടെ നടുവിൽ നിങ്ങളെ ഓർക്കാൻ ആരും കാണത്തില്ല. ഹല്ലേലൂയ. എല്ലാവരും നിങ്ങളെ വിട്ടോടിപ്പോകും. എന്നാൽ കർത്താവ് നിങ്ങളുടെ വളർച്ചയിലും താഴ്ചയിലും നിങ്ങളെ ഓർക്കുന്നു. ലോകം നിങ്ങളെ അല്പമായി കരുതി പുറന്തള്ളിയാലും കർത്താവ് നിങ്ങളെ സ്നേഹത്തോടെ അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. കൃപയുടെ നിയമം നിങ്ങളോട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്യുന്നു. ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ ഒരു ആനന്ദം കേട്ടോ, സന്തോഷം കേട്ടോ, ഒരു വലിയ വാക്തത്വം പ്രവചനമാണ്. എന്താണ്? ഹല്ലേലൂയ. പർവ്വതങ്ങൾ മാറിപ്പോകുമെന്ന്, കുന്നുകൾ നീങ്ങിപ്പോകുമെന്ന്, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല, എൻ്റെ സമാധാനം നിന്നിൽ നീങ്ങിപ്പോകുകയുമില്ലെന്ന് നിന്നോട് കരുണയുള്ള ദൈവമാണ് പറയുന്നത് കേട്ടോ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ജീവിതത്തിൽ നിന്നെ എല്ലാവരും മറന്നില്ലേ? നിന്നെ എല്ലാവരും ഒഴിവാക്കിയില്ലേ? നിന്നെ സ്നേഹിച്ചവരേറെ ഉണ്ടായിരുന്നു. പക്ഷെ നിനക്കൊരു ബലഹീനത വന്നപ്പോൾ നിന്നെ എല്ലാവരും വിട്ടുപോയോ? ഇന്ന് പകൽ യേശു പറയാണ്, നിന്നെ ഞാൻ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന്. എബ്രായ ലേഖനം 13:5 വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയുമില്ല. ലോകം നിങ്ങളെ കൈവിട്ടാലും, ഭർത്താവ് കൈവിട്ടാലും, ഭാര്യ കൈവിട്ടാലും, മക്കൾ കൈവിട്ടാലും, ബന്ധുക്കൾ കൈവിട്ടാലും നിങ്ങളെ കൈവിടാതെ സൂക്ഷിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ കർത്താവിന് നീ സ്തോത്രം പറഞ്ഞാട്ട്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവിൻ. എനിക്കറിയാം, പലരും ബിസിനസ്സിൽ തകർന്നിട്ട് എന്നെ വിളിച്ചവരുണ്ട് കേട്ടോ, വിദേശ രാജ്യങ്ങളിലൊക്കെ. പാസ്റ്റർ മരണം മാത്രമേ ഉള്ളൂ, നാട്ടിലേക്ക് വരാൻ പറ്റത്തില്ല, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം.
അപ്പോൾ എനിക്കവരെ യാതൊരു പരിചയമില്ല. അവരെന്നെ എൻ്റെ ഫോൺ നമ്പർ കണ്ട് വിളിച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ചിലരൊക്കെ പിന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ കഷ്ടങ്ങളൊക്കെ മാറി സങ്കടങ്ങളൊക്കെ മാറി ഒരു സമാധാനം നാട്ടിൽ വരുമ്പോൾ കാണാമെന്നൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടില്ല. എങ്കിലും അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. എങ്കിലും നമ്മുടെ പ്രാർത്ഥനയൊക്കെ എന്ന് പറയുന്നത് വളരെ ശക്തമാകട്ടോ. ഞാൻ ഈ കടൽക്കരയിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴേ എനിക്കൊരു ദിവസം ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ എന്നെ വിളിക്കും, രാവും പകലും ഒക്കെ വിളിക്കുക. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം ഘടകമാകട്ടോ. ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ ഭൂമി ജീവിച്ചിട്ട് എന്താ കാര്യം? അത് പറയാൻ കാരണം ഞാൻ ഈ ഭൂമി ജീവിക്കാൻ കാരണം തന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. ആ പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ ദയ എൻ്റെ മേൽ വന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ ദൈവം എന്നെ ന്യായവിധിയിൽ ഏൽപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവത്തിൻ്റെ ദയ എത്ര വലുതല്ലേ. അതുകൊണ്ട് മോശ ഇങ്ങനെ പറയുക, ആമേൻ 90 സംഗീതം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 15-ാമത്തെ വാക്യം, ആകയാൽ ആമേൻ മോശ പറയുകയാണ്, ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഒന്നോർത്ത് നോക്കി, ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമെന്നൊരു പ്രാർത്ഥനയാണ്. എന്നാൽ 90 സംഗീതം 14-ാമത്തെ വാക്യൂടെ ചേർത്ത് വായിച്ചാട്ട്, അല്ലേലേ കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. ഇതൊരു പ്രാർത്ഥനയാണ്. അപ്പം ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാൻ മോശയ്ക്ക് കഴിഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഇന്നലകളിൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇന്നിൻ്റെ അനുഭവത്തിൽ ദൈവം നിനക്ക് ചെയ്ത നന്മകൾക്ക് നീ ദൈവത്തിന് നന്ദി പറയണം കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് നന്മ കിട്ടുമ്പം നമ്മൾ ദൈവത്തെ മറന്നുപോകും. കഷ്ടം വരുമ്പോൾ നാം ദൈവത്തെങ്കിലേക്ക് അടുത്ത് വരും. അതാണ് മനുഷ്യൻ്റെ രീതി. എന്നാൽ കഷ്ടം വരുമ്പോഴും നന്മ വരുമ്പോഴും ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്ക് നന്ദി പറയാൻ കഴിയണം. അതാണ് ജീവിതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മോശയുടെ പ്രാർത്ഥന എത്ര വലുതായിരുന്നു. ദാനിയേലിൻ്റെ ജീവിതത്തിൽ ദൈവം എത്രമാത്രം കരുണ കാണിച്ചു. അവരെ ഓർമ്മിപ്പിച്ചു, അവനെ ഓർത്തു, അവനെ സ്നേഹിച്ചു. ദാനിയേലിനെ വിലങ്ങ് ധരിപ്പിച്ച് ഏകദേശം 400 മൈലുകൾ നടത്തി ബാബിലോണിലേക്ക് കൊണ്ടുപോകുമ്പോൾ എത്രമാത്രം വേദന അനുഭവിച്ചിരിക്കും ദാനിയേൽ. വിശപ്പോടും ദാഹത്തോടും വേദനയോടും കൂടി അവൻ നടന്നിരിക്കും. അല്ല, ചങ്ങല ധരിപ്പിച്ച് 400 മൈലോളം ആമീൻ നടത്തിക്കൊണ്ട് പോവുക ബാബിലോണിലേക്ക്. ആ ദാനിയേൽ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ആമീൻ. ആ സമയത്തൊക്കെ ദൈവത്തിൻ്റെ ദയയാണ് ദാനിയേലിനോട് കൂടിയിരുന്നത്. എന്നാൽ ആ താഴ്ചയിൽ കർത്താവ് ദാനിയേലിനെ ഓർമ്മിച്ചു. ബാബിലോൺ മുഴുവനിലും അധികാരിയായി ദാനിയേലിനെ ഉയർത്തി, ദാനിയേലിനെ ബഹുമാനിച്ച് മഹാനാക്കി. രാജാവായ നെബൂഖദ്നേസർ സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു എന്ന് ദാനിയേലിന്റെ പുസ്തകം 2:46 കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് രണ്ടാമത് രാജാവായി വന്ന ബേൽശസ്സർ ദാനിയേലിനെ ധൂമ്രവസ്ത്രം കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു എന്ന് ദാനിയേലിന്റെ പുസ്തകം 5:29 വായിക്കുന്നുണ്ട്. അതേ ഒരു താഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഉയർച്ചയുണ്ട്. ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഒരു താഴ്ച ഉണ്ടായിരുന്നു. ദൈവം എന്നാൽ ബാബിലോണിൽ എല്ലാവരെക്കാളും മഹാനാക്കി മാറ്റി. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവ് അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നെബൂഖദ്നേസറിൻ്റെ കാലം കഴിഞ്ഞ് തൻ്റെ മകനായ ബേൽശസ്സർ എന്ത് ചെയ്തു? ധൂമ്രവസ്ത്രവും പട്ടുവിനെ ധരിപ്പിച്ചു. ഹല്ലേലൂയ. സകല രാജ്യത്തിനും അധിപതിയാക്കി മാറ്റി. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദൈവം നിന്നെ മാനിച്ചൊന്ന് ഉയർത്താൻ പോകുക കേട്ടോ. ദാനിയേലിനെ ഉയർത്തിയ ദൈവം നിന്നെ ഉയർത്താൻ പോകുക. ദാനിയേലിനെ ഉയർത്തിയ കർത്താവ് തീർച്ചയായും നിങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കും. നിങ്ങളുടെ ബന്ധുക്കാർ, സ്വന്തക്കാർ, നിങ്ങളുടെ മധ്യേ അവരുടെ മധ്യേ കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോകുക. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് പകൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം അവൻ്റെ ദയം ദയിക്കുമുള്ളത്. ദാനിയേൽ അടക്കമുള്ള അനവധി ഭക്തന്മാരുടെ താഴ്ചയിൽ അവരെ ഓർത്ത ദൈവമേ, ദാനിയേലിനെ ബാബിലോണിന്റെ സകലത്തിനും അധികാരിയാക്കിയ ദൈവം, യോസേഫിനെ മിസ്രയീമിന്റെ അധികാരിയാക്കിയ ദൈവമേ, മോശെ ഇസ്രായേൽ ഫറവോന്റെ മുമ്പിൽ വലിയവനാക്കിയ ദൈവമേ, ഇന്ന് പകൽ കർത്താവെ കഷ്ടം സഹിക്കുന്ന സകല ജനത്തിന് താഴ്ചയിൽ അവിടുന്ന് കർത്താവയോട് കരുണ കാണിച്ച് മനസ്സലിഞ്ഞ് അവരുടെ താഴ്ചയിൽ ഉയർത്തണമേ. കഷ്ടതയും പ്രയാസവും സങ്കടവും ദുഃഖത്തിൽ കടന്നു പോകുന്നവരുണ്ട്, ആശ്വാസം കൊടുക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.